മഴ തോരും മുൻപേ സീരിയലിന്റെ വരാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം രോഹിത്തിന് അലീനയെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവൾക്ക് വേണമെങ്കിൽ ഇക്കാര്യം എല്ലാവരോടും തുറന്നു പറഞ്ഞ് അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷെ അലീന ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ അതെന്തായിരിക്കും എന്ന് രോഹിത് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അലീന മുറിവെല്ലാം ഉണങ്ങി വീട്ടിൽ തിരിച്ചെത്താണ്. മുത്തശ്ശിയാണെങ്കിൽ നിന്നോട് ആരാ മോളെ ഈ മഹാപാപം ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആരും ഒന്നും ചെയ്തില്ല മുത്തശ്ശി, ഇത് എൻ്റെ കയ്യിൽ നിന്നും തന്നെ പറ്റിയ ഒരു അബദ്ധമാണെന്ന് അലീന പറയുന്നുണ്ടെങ്കിലും ഞാൻ അതൊന്നും വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. പിന്നീട് അങ്ങനെ ഒരു ദിവസം അലീന രോഹിത്തിന്റെ മുറിയിലേക്ക് ചെല്ലാണ്. രോഹിത് ആണെങ്കിൽ ഇതേ സമയം ബെഡിൽ കിടക്കുകയായിരിക്കും. ഈ സമയത്ത് അലീന കതകില് തട്ടുമ്പോൾ ആരാ എന്താ വേണ്ടത്, ആരാണെങ്കിലും കയറി വരാൻ രോഹിത് പറയുമ്പോൾ അലീന ബക്കറ്റും വെള്ളവും ഒക്കെ ആയിട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നിന്നോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഈ റൂം ക്ലീൻ ചെയ്തിട്ട് ഒരുപാട് ദിവസം ആയില്ലേ എന്ന് പറയുന്നുണ്ട് അലീന. നീ എന്ത് ധൈര്യത്തിലാണ് ഈ മുറിയിലേക്ക് വന്നത്, നിന്നെ ഇനിയും ഞാൻ ഉപദ്രവിക്കാൻ ശ്രമിക്കുമോ എന്ന് നിനക്ക് പേടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനു പേടിക്കണം, ഒരിക്കലും രോഹിത് തനിച്ച് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. രോഹിത്തിന്റെ നല്ല മനസ്സാണ്. രോഹിത്തിനെ എല്ലാ നാശത്തിലേക്കും കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ ഹരിയാണ്. ആ ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് രോഹിത്തിന് ഒരിക്കലും നല്ലതല്ല. ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് രോഹിത്തിന് എങ്ങനെ തോന്നി, എന്നെ സ്വന്തം ചേച്ചിയെ പോലെ കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ മോനെ എന്നെല്ലാം അലീന ചോദിക്കുമ്പോൾ രോഹിത് ആണെങ്കിൽ ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. തുടർന്ന് എന്താ ഞങ്ങളുടെ പേര് പോലീസിനോടും ഇവിടെയുള്ളവരോടും പറയാതിരുന്നെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് നീ എൻ്റെ സ്വന്തം അനിയനെ പോലെ തന്നെയാണ്. രോഹിത്തിന് ദോഷം വരുന്നതൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഞാൻ പോലീസിനോട് എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് രോഹിത്തിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നുള്ള കാര്യം എനിക്കറിയാം. അത് മോൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിഷമാവും. അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് നിർബന്ധമുണ്ട് എന്നെല്ലാം അനില പറയുമ്പോൾ അപ്പോൾ ഹരിയുടെ പേരും പറഞ്ഞില്ലല്ലോ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ അവനുമായിട്ടുള്ള കൂട്ടുകൊണ്ടുകൊണ്ടാണ് നീ ഇങ്ങനെ നശിച്ചു പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ ചേച്ചിക്ക് എങ്ങനെ ഞങ്ങൾ ചെയ്ത തെറ്റ് ക്ഷമിക്കാൻ കഴിയുന്നു, ഞങ്ങൾ ചേച്ചിയെ ഉപദ്രവിക്കാനല്ലേ ശ്രമിച്ചത് എന്ന് കുറ്റബോധത്തോടെയെല്ലാം രോഹിത് അലീനയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ എന്നെ സ്വന്തം ചേച്ചിയായി കണ്ട് സ്നേഹിച്ചാൽ മാത്രം മതി രോഹിത്തെ, വേറൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അലീന പോകാൻ തുടങ്ങുമ്പോൾ ഈ റൂം ക്ലീൻ ചെയ്യാൻ വന്നതല്ലേ, ക്ലീൻ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് ആണെങ്കിൽ മുറിക്ക് പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. ശേഷം അലീനയോട് അന്ന് അങ്ങനെയൊക്കെ ചെയ്തത് വല്ലാത്ത തെറ്റായി പോയോ എന്നും മാത്രമല്ല വല്ലാത്തൊരു ബഹുമാനവും ഇതേ സമയം രോഹിത്തിന് അലീനയോട് മനസ്സിൽ തോന്നുന്നുണ്ട്. തുടർന്ന് എൻ്റെ സ്വന്തം ചേച്ചിയായി കാണണമെന്ന് പറഞ്ഞതല്ലേ, ഞാൻ ഒരിക്കലും മോശമായിട്ട് പെരുമാറാൻ പാടില്ലായിരുന്നു, ഞാൻ അന്നേ ഹരിയോട് പറഞ്ഞതാണോ ഒന്നും വേണ്ടെന്ന് എന്നെല്ലാം രോഹിത് പറയുമ്പോൾ ഇനി നീ ആ ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം രോഹിത്തെ, അതേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അലീന താഴേക്ക് ചെല്ലുകയാണ് കേട്ടോ. വീണ്ടും വല്ലാത്തൊരു കുറ്റബോധം രോഹിത്തിന് തോന്നുന്നുണ്ട് മനസ്സിൽ. അങ്ങനെ അലീന താഴേക്ക് എത്തുന്നതും നീ എന്തിനാ മുകളിലേക്ക് പോയത് എന്ന് വൈജ ചോദിക്കുമ്പോൾ ഞാൻ രോഹിത്തിന്റെ മുറി ക്ലീൻ ചെയ്യാൻ പോയതാണെന്ന് അലീന പറയുന്നതും നീ എങ്ങനെ റൂം ഒന്നും ക്ലീൻ ചെയ്യാൻ പിള്ളേരുള്ള സമയത്തൊന്നും പോകണ്ട, അവരില്ലാത്ത സമയത്ത് പോയാൽ മതി എന്നെല്ലാം വൈജയെ പറയുമ്പോൾ എന്നെ നോക്കാൻ എനിക്കറിയാം എന്ന് അലീന ചുട്ട മറുപടി കൊടുക്കുന്നതും ഏതോ ഒരുത്തൻ വീട്ടിൽ കയറി കുത്തിയിട്ടും ഇവളുടെ അഹങ്കാരത്തിനൊന്നും ഒരു കുറവുമില്ല, അവള് പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളാണ്, അവളുടെ കാമുകൻ തന്നെയായിരിക്കും അവനെ വീട്ടിൽ കയറി കുത്തിയത്, ഏതായാലും അധിക ദിവസമൊന്നും ഇവളെ താമസിപ്പിക്കാൻ പറ്റില്ല, അമ്മയുടെ അസുഖം മാറട്ടെ, അത് കഴിഞ്ഞാൽ ഉടനെ അവളെ ഇവിടെ നിന്നും പറഞ്ഞു വിടണമെന്നെല്ലാം ഇതേ സമയം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ വൈജ. പിന്നീട് ഹരി വീണ്ടും രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തവണ റിങ് ചെയ്തിട്ടും രോഹിത് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവസാനം സഹി കേട്ട് ഹരിയുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ രോഹിത്. അപ്പോൾ തുടർന്ന് എന്താടാ ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാതിരുന്നത്, നിനക്കെന്താ രോഹിത് ഒരു മനംമാറ്റം പോലെ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഇനി അലീനയ്ക്ക് എതിരായിട്ട് ഒന്നും ചെയ്യാൻ ഞാനില്ല, എൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് ഞാൻ ഇനി അവരെ കാണൂ എന്നെല്ലാം രോഹിത് പറയുമ്പോൾ നിനക്ക് വട്ടാടാ രോഹിത്തെ, അവള് ഒന്നും ആരോടും പറയാതിരുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കും, നീ അവള് പറഞ്ഞു ഒന്നും വിശ്വസിക്കാൻ പാടില്ല, നമ്മൾ അവളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നെല്ലാം ഹരി പറയുന്നുണ്ടെങ്കിലും ഇനി നീ എന്നെ കൂട്ടുപിടിക്കണ്ട എന്ന് രോഹിത് തീർത്ത് പറയുന്നുണ്ട് കേട്ടോ ഹരിയോട്. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഗേൾഫ്രണ്ടുമായിട്ട് വരണം, ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടുമായിട്ട് ചുറ്റിക്കറങ്ങാൻ പോകുന്നുണ്ട്, ഇവിടെ അടുത്ത് എൻ്റെ ഫ്രണ്ടിനൊരു ഹോട്ടലുണ്ട്, നീയും നിന്റെ ഗേൾഫ്രണ്ടും ഉണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അതൊരു കൂട്ടായിരിക്കും, ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് നീയും നിന്റെ ഗേൾഫ്രണ്ടും വരുന്നുണ്ടെന്ന്, നമുക്ക് രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരാം എന്നെല്ലാം ഹരി പറയുമ്പോൾ ശരി ഞാൻ വരാമെന്ന് തന്നെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ രോഹിത്. അങ്ങനെ രോഹിത്തും രോഹിത്തിന്റെ ഗേൾഫ്രണ്ടും അതുപോലെ തന്നെ ഹരിയുടെ ഗേൾഫ്രണ്ടുമായിട്ട് ആ ഹോട്ടലിലേക്ക് പോവുകയാണ് കേട്ടോ.
അപ്പോൾ ഇതേ സമയം തന്നെ അവിടെ ഒരു റെയ്ഡ് നടക്കുന്നുണ്ട്. രോഹിത്തിന്റെ ഗേൾഫ്രണ്ട് ആണെങ്കിൽ എന്തോ ഇടയ്ക്ക് വെച്ച് വഴക്കിട്ടിട്ട് അവള് മടങ്ങി പോവാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് ഹരി രോഹിത്തിനോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിനെ ആത്മാർത്ഥമായിട്ടൊന്നും അല്ല സ്നേഹിക്കുന്നത്, അവളെ വേണമെങ്കിൽ നിനക്കും തരാം, ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹോട്ടൽ മുറിയിലെത്തിയതിന് ശേഷം അവർ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് കേട്ടോ അവിടെ റെയ്ഡ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരെ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടിയാണെങ്കിൽ ഇവരെന്നെ പ്രണയം നടിച്ച് വഞ്ചിക്കുകയായിരുന്നു എന്നും ഹോട്ടൽ റൂമിൽ എത്തിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതോടുകൂടി ഹരിയും രോഹിത്തും ജയിലിലാകുന്നുണ്ട്. എന്നാൽ ഈ വിവരം അറിയുന്ന അലീനയാണെങ്കിൽ വേഗം തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രോഹിത്തിനെ കൊണ്ട് ഹരിയുടെ ഗേൾഫ്രണ്ടിനെ വിവാഹം കഴിപ്പിക്കുന്നത്. ആ ഒരു ഉറപ്പിലാണ് പോലീസുകാർ അവരെ വിട്ടയക്കുന്നത്. അങ്ങനെ അലീന തന്നെ വീണ്ടും രോഹിത്തിനെ രക്ഷിക്കാനായിട്ട് എത്തുകയാണ് ചെയ്യുന്നത്. ശേഷം അലീനയുടെ ആ നന്മ മനസ്സിലാക്കുന്ന രോഹിത് ആണെങ്കിലും, ചേച്ചി എനിക്ക് മാപ്പ് തരണം, ഞാൻ ചേച്ചിയെ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്നെല്ലാം പറയുമ്പോൾ, ഇനി ചേച്ചിക്ക് എതിരായിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല എന്നെല്ലാം വീണ്ടും പറയുമ്പോൾ, ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് നീ അവസാനിപ്പിക്കണം, അത് എനിക്ക് ഒരിക്കലും നല്ലതാവില്ല, ഈ ചേച്ചിക്ക് അത് മാത്രമേ പറയാനുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ അലീന രോഹിത്തിനോടായിട്ട്. അങ്ങനെ മഴത്തോറ്റിന് മുമ്പേ സീരിയലിന്റെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്